അവരെ അന്വേഷിച്ചു കണ്ടുപിടിക്കുന്നതിനായി നാലുപാടും അവർ പോയി. അനേകം പേർ കടൽത്തീരത്തേക്ക് ഓട്ടി. അനേകം കപികൾ താവളത്തിന്റെ അതിർത്തികളിൽ അന്വേഷണം നടത്തി. ആർക്കും ഒരു തുമ്പും കിട്ടിയില്ല. വാനരന്മാർക്ക് പ്രതീക്ഷയും ധൈര്യവും നഷ്ടപ്പെട്ടു. ദുഃഖവും നിരാശയും അവരെ കീഴടക്കി. എല്ലാ രാക്ഷസയോദ്ധാക്കളും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. രാവണൻ മാത്രമാണ് അവശേഷിച്ചത്. അദ്ദേഹത്തിന്റെ ദിവസവും അടുത്തുവരികയാണ്. ഈ ഘട്ടത്തിൽ ഈ ദൗർഭാഗ്യം വന്നുപെട്ടല്ലോ. വാനരന്മാർ അവരുടെ വിധിയെപ്പറ്റി ഈ രീതിയിൽ വിലപിച്ചു. വാനരരാജാവായ സുഗ്രീവൻ ബോധരഹിതനായി വീണു. വിഭീഷണൻ ഈ സംഭവത്തെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം സമുദ്രസ്നാനം ചെയ്ത് പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് നനഞ്ഞ വസ്ത്രങ്ങളുമായി വരികയായിരുന്നു. വാനരന്മാർ ഓടിച്ചെന്ന് രാമലക്ഷ്മണന്മാരെ താവളത്തിൽ കാണാനില്ലെന്ന വിവരം അദ്ദേഹത്തെ അറിയിച്ചു. ഒരു നിമിഷത്തേക്ക് വിഭീഷണൻ ശോകഗ്രസ്തനായി നിന്നു. രാക്ഷസന്മാർക്ക് പ്രകൃത്യാതീത ശക്തികളുപയോഗിച്ച് ചെയ്യാവുന്ന സൂത്രങ്ങളെപ്പറ്റിയെല്ലാം അറിയുന്നതുകൊണ്ട് അദ്ദേഹം ഈ സംഭവഘടന ശരിയായി ഊഹിച്ചു. വരൂ, നമുക്ക് താവളത്തിലേക്ക് പോകുക, അദ്ദേഹം അവരോട് പറഞ്ഞു. ഇതവരെ അല്പം ആശ്വസിപ്പിച്ചു. അദ്ദേഹം പ്രവേശനദ്വാരത്തിൽ വെച്ച് ഹനുമാനുമായി സംസാരിച്ചു. അദ്ദേഹം അത്ഭുതപ്പെടുകയും ഞെട്ടുകയും ചെയ്തു. എന്ത്, താങ്കൾ അല്പസമയത്തിനു മുമ്പ് ഈ കവാടത്തിൽ കൂടി താവളത്തിലേക്ക് പോയില്ലേ? താങ്കൾ എന്നോട് അനുവാദത്തിനാവശ്യപ്പെടുകയുണ്ടായല്ലോ. എന്താണ് സംഭവിച്ചതെന്ന് വിഭീഷണന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹം വാനരന്മാരോട് പറഞ്ഞു. വാനരന്മാരെ, ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. രാവണപുത്രനായ അഹിരാവണൻ ഇത്തരം കൗശലപ്രയോഗങ്ങളിൽ അതിവിദഗ്ധനാണ്. അവൻ പാതാളത്തിലാണ് താമസം. ഈ കുഴിയുടെ ആഴം കണക്കാക്കി നോക്കുമ്പോൾ അവനാണ് തന്റെ പ്രദേശമായ അധോലോകത്തേക്ക് രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയതെന്ന് എനിക്ക് തീർച്ചയുണ്ട്. എനിക്കതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്റെ രൂപം മറ്റാർക്കും സ്വീകരിക്കാൻ സാധ്യമല്ല. നിങ്ങളാരും അധീരരാവേണ്ട. നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ശക്തനായ ഒരാൾ അങ്ങോട്ട് വേഗം പോകണം. വിഭീഷണൻ ചുറ്റും നോക്കി. ഹനുമാനെ കണ്ടു. ഹനുമാൻ, അങ്ങയുടെ ശാരീരികവും മാനസികവുമായ ശക്തി ലോകം മുഴുവൻ അറിയുന്നതാണ്. ഉടനെ പാതാളത്തിലേക്ക് പോകൂ. കരുണാസാഗരങ്ങളായ രാമലക്ഷ്മണന്മാരെ തിരിച്ചുകൊണ്ടുവരൂ. പാതാളത്തിൽ അഹിരാവണന്റെ താമസസ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള മാർഗവും അദ്ദേഹം പറഞ്ഞുകൊടുത്തു. സുഗ്രീവനും അംഗദനും ജാംബവാനും ഹനുമാനെ മാറോട് ചേർത്തുപിടിച്ചു ആനന്ദബാഷ്പം പൊഴിച്ചു. തന്റെ രാജാവായ സുഗ്രീവനെ തൊഴുത് പാതാളത്തിലേക്ക് പോകേണ്ടുന്ന അനുമതിക്കായി ഹനുമാൻ അപേക്ഷിച്ചു. യാത്ര പുറപ്പെടുമ്പോൾ അദ്ദേഹം വാനരന്മാരോട് പറഞ്ഞു. ഭയപ്പെടേണ്ട, ലേശം പോലും ഉത്കണ്ഠപ്പെടുകയുമു വേണ്ട. എന്റെ ജീവൻ ഉപേക്ഷിക്കേണ്ടി വന്നാലും രാമലക്ഷ്മണന്മാരെ തട്ടിക്കൊണ്ടുപോയവരെ ഞാൻ നശിപ്പിക്കും. അധികം താമസിയാതെ തന്നെ രാമലക്ഷ്മണന്മാരോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുന്നതാണ്. ഉറപ്പിച്ചുകൊള്ളുക. ഈ വാക്കുകളോടുകൂടിയും ജയരാമ, ജയരാമ എന്ന ഉദ്ഘോഷത്തോടുകൂടിയും ഹനുമാൻ യാത്ര തിരിച്ചു. പാതാളത്തിലെത്തിയ ഉടനെ അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു. വൃക്ഷത്തിന്മേലിരിക്കുന്ന 2 പക്ഷികൾ ഉറക്കെ സംസാരിക്കുന്നത് ഹനുമാൻ കേട്ടു. പ്രിയപ്പെട്ടവളെ, അഹിരാവണൻ, രാമൻ, ലക്ഷ്മണൻ എന്ന 2 സഹോദരന്മാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ കാമാതദേവിക്ക് ബലികൊടുക്കുവാനുള്ള ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആ കർമ്മത്തിന്റെ ശേഷം ആ പുണ്യദേഹങ്ങൾ അവൻ ദൂരെ വലിച്ചെറിയും. അപ്പോൾ കുറേ ദിവസങ്ങളോളം ആ പവിത്രഗാത്രങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ചുകൊണ്ട് നമുക്ക് കഴിച്ചുകൂടാം. ഇന്ന് നമുക്ക് ഒരു ഉത്സവ ദിവസമാണ്. ഹനുമാൻ മരച്ചുവട്ടിൽ നിന്നും ക്ഷണം എഴുന്നേറ്റു. വാലിൻ ചവിട്ടേറ്റ മർക്കടനെപ്പോലെ മുന്നോട്ടു ചാടി. ഹാ കഷ്ടം, എന്റെ സ്വാമിക്കെന്ത് സംഭവിച്ചിരിക്കുമോ? അദ്ദേഹം വിലപിച്ചു. അദ്ദേഹം അഹിരാവണന്റെ നഗരത്തിൽ പ്രവേശിച്ചു. പ്രവേശനദ്വാരത്തുവെച്ചുതന്നെ വാനരരൂപത്തിലുള്ള മഗധ്വജനെ കാവൽക്കാരനുമായി അദ്ദേഹം യുദ്ധം ചെയ്തു ജയിച്ചിരുന്നു. എന്നാൽ വാനരനായതുകൊണ്ടും അവന്റെ വംശാവലിയും ചരിത്രവും അദ്ദേഹം അന്വേഷിച്ചു. ഹനുമാൻ മഗധ്വജന്റെ വിശ്വാസം നേടാൻ കഴിഞ്ഞു. രാമലക്ഷ്മണന്മാരെയും അവരുടെ വിധിയെയും കുറിച്ചുള്ള വിവരങ്ങൾ അവനിൽ നിന്നും കിട്ടി. ഈ 2 സഹോദരന്മാരെയും പ്രഭാതത്തില് കാമാദേവിയുടെ ക്ഷേത്രത്തില് കൊണ്ടുപോയി മനുഷ്യബലി നൽകുമെന്ന വിവരവും അവനിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. ഈ ക്രൂരഹൃദയനായ പാതാളരാജാവ് രാമലക്ഷ്മണന്മാരെ എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളതെന്ന് ഹനുമാന് മകരധ്വജനോട് ചോദിച്ചു. എന്തായിരുന്നാലും അവരുള്ള സ്ഥലത്തേക്ക് പ്രവേശിക്കാന് താൻ അനുവദിക്കില്ലെന്ന് അവന് നിർബന്ധപൂർവം അറിയിച്ചു. കാരണം അദ്ദേഹം സ്വന്തം യജമാനനെ അനുസരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ താൽപ്പര്യങ്ങളോടും ഭക്തിയും സത്യസന്ധതയും കൂറും പുലർത്തേണ്ടതുണ്ട്. ഞാന് എത്രതന്നെ കഷ്ടപ്പെട്ടാലും തങ്ങളെ അങ്ങോട്ടു പോകാന് അനുവദിക്കുകയില്ല. അവന് പറഞ്ഞു. താങ്കള് വാനരനാണെന്ന നിലയ്ക്ക് ഞാന് പ്രത്യേക പരിഗണന കാണിച്ചാല് അവിശ്വസ്തനും കൃതജ്ഞനുമെന്ന നിലയില് ഞാന് കപികുലത്തെ മുഴുവനും അപമാനിക്കുകയായിരിക്കും. താങ്കളുടെ സ്വാമിയായ രാമനോട് താങ്കൾക്ക് എത്രമാത്രം ഭക്തിയും സ്നേഹവുമുണ്ടോ അത്രയും ഭക്തിയും സ്നേഹവും എന്റെ സ്വാമിയായ അഹിരാവണനോട് എനിക്കുമുണ്ട്. അതുകൊണ്ട് താങ്കള് എനിക്ക് ബന്ധുക്കാരെയാലും ഞാൻ വ്യതിചലിക്കില്ല.
എനിക്കെന്റെ ജോലി നിർവഹിക്കണം. അദ്ദേഹത്തിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. താങ്കൾക്ക് എന്നെ ദ്വന്ദ്വയുദ്ധത്തില് പരാജിതനാക്കിയാല് മാത്രമേ ഉള്ളിലേക്ക് കടക്കാനാവൂ. അവന് വെല്ലുവിളിയുടെ രീതിയിൽ പറഞ്ഞു. ഹനുമാന് അവന്റെ വികാരങ്ങളെയും ധർമ്മബോധത്തെയും അഭിനന്ദിച്ചു. മകരധ്വജിന് ശരിയായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് കണ്ടപ്പോൾ ഹനുമാന് സന്തോഷമായി. അദ്ദേഹം വെല്ലുവിളി സ്വീകരിച്ചു യുദ്ധം തുടങ്ങി. ഭീകരമായ യുദ്ധം. കുറേ സമയം കഴിഞ്ഞു. യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ലെന്നും ഉചിതമല്ലെന്നും ഹനുമാന് തീരുമാനിച്ചു. അതുകൊണ്ട് ഹനുമാന് വാലുകൊണ്ട് മകരധ്വജനെ ചുറ്റി വളരെ ദൂരത്തേക്ക് എറിഞ്ഞു. അനന്തരം ഹനുമാന് ധൈര്യപൂർവ്വം നഗരത്തിലേക്ക് പ്രവേശിച്ചു. സുരഭിലങ്ങളായ പുഷ്പങ്ങളൊക്കെയുള്ള ഒരു നല്ല വലിയ മാലയുമായി ഒരു പൂക്കാരന് പ്രവേശനദ്വാരം കടക്കുന്നത് അദ്ദേഹം കണ്ടു. തനിക്കെത്തിച്ചേരേണ്ട സ്ഥലത്തേക്കെത്തുവാന് ഇതേറ്റവും നല്ല അവസരമെന്ന് മനസ്സിലാക്കി അദ്ദേഹം അത്യന്തം സൂക്ഷ്മമായി. ഈയൊരു രൂപം സ്വീകരിച്ച് പൂക്കാരൻ കൊണ്ടുപോയിരുന്ന മാലയിൽ മുമ്പുള്ള കനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലൊന്നും ഉണ്ടായില്ല. പൂക്കാരനും അറിഞ്ഞിരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് അഹിരാവണനും കണ്ടില്ല. അവൻ യാതൊരു മാറ്റവും കണ്ടില്ല. മാലകളെ സന്തോഷത്തോടെ സ്വീകരിച്ച് അതേപടി കൊണ്ടുപോയി ക്ഷേത്രത്തിൽ കാമാഖ്യാദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തി. അവർ പലതരം പവിത്രീകൃതമായ ഭക്ഷണവസ്തുക്കളും ദേവിക്ക് നിവേദിച്ചു. വിഗ്രഹത്തിന്റെ കഴുത്തിലെ മാലയിൽ അനുകൂല സ്ഥിതിയിലുള്ളതിലിരുന്ന് ഹനുമാൻ എല്ലാ ഭക്ഷണവസ്തുക്കളും കഴിച്ചു. ഭക്ഷണസാധനങ്ങൾ കുറയുകയാൽ രാക്ഷസന്മാർ വളരെ സന്തുഷ്ടരായി. കാരണം ദേവി അവരുടെ ഭക്തിയിൽ പ്രസാദിച്ചിരിക്കുകയാണെന്ന് അവർ ധരിച്ചു. അഹിരാവണനും സന്തുഷ്ടനായിരുന്നു. ഇന്നെന്റെ പ്രാർത്ഥനകൾക്കനുസരിച്ച് പ്രവർത്തിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ ഭാഗ്യം അതിന്റെ അത്യുച്ഛാവസ്ഥയിലാണ്. യജ്ഞപശുക്കളെ അലങ്കരിക്കുന്ന രീതിയിൽ അലങ്കൃതരായി രാമലക്ഷ്മണന്മാർ അവിടെ ആനീതരായി. ഇരുവശത്തും ഭീമാകാരന്മാരായ രാക്ഷസന്മാർ അവരെ പിടിച്ചുകൊണ്ടു നിന്നു. യാഗവേദിയുടെ അടുത്ത് അവരെ നിർത്തിയതായി ഹനുമാൻ കണ്ടു. ഹനുമാൻ രാമനെ ഭക്തിപൂർവ്വം വണങ്ങി. ഭക്ത്യാദരങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം നിറഞ്ഞു. കാവൽക്കാർ 2 സഹോദരന്മാരെയും ദേവീവിഗ്രഹത്തിനു മുമ്പിൽ നിർത്തി. അവരുടെ കഴുത്തിനടുത്ത് മൂർച്ചയുള്ള വാളുകൾ പിടിച്ചുനിന്നു. ദീപം വീശിക്കാട്ടിയാൽ പിന്നെ പെട്ടെന്ന് 2 സഹോദരന്മാരുടെയും ജീവൻ ബലിയർപ്പിക്കുന്ന കർമ്മം നിർവഹിക്കപ്പെടണമെന്നും അവർ 2 പേരും ഒരു നിമിഷം പോലും വൈകാതെ അത് ചെയ്യണമെന്നും അഹിരാവണൻ പറഞ്ഞു. മനുഷ്യരൂപത്തിൽ അഭിനയിക്കുന്ന ദിവ്യന്മാരായ രാമലക്ഷ്മണന്മാർ അഹിരാവണനാൽ ദേവിക്ക് അർപ്പിക്കപ്പെട്ട നിവേദ്യങ്ങൾ കഴിച്ച ഹനുമാനാണെന്ന് കണ്ടുപിടിച്ചിരുന്നു. ആ വിവരം ഇനിവരുന്ന സംഭവങ്ങൾ നല്ല നർമ്മബോധത്തോടെ കൂടി നോക്കി രസിക്കുവാൻ അവർക്ക് പ്രേരണയായി. രാമലക്ഷ്മണന്മാരെ ലഘുചിത്തന്മാരായ മന്ദസ്മിതവദനന്മാരായും കണ്ട അഹിരാവണന് ഭയങ്കര ക്രോധമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ജീവിക്കാൻ അനുവദിക്കപ്പെട്ട തിട്ടുള്ള അല്പം ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് മാത്രമാനന്ദം പ്രദാനം ചെയ്യുമെങ്കിൽ എനിക്കതിൽ വെറുപ്പൊന്നുമില്ല. നിങ്ങൾ ജീവനുള്ള കാലം വരെ ആനന്ദിക്കുവിൻ. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൃത്യുദേവതയായ യമന്റെ രാജ്യത്ത് വെച്ച് ചിരിക്കാനാവൂ. ഈ 2 സഹോദരന്മാരുടെ ദുർവിധി ആസ്വദിക്കുകയും അവരെ കൂടുതൽ മുറിപ്പെടുത്തുന്ന കടുത്ത വാക്കുകൾ തന്നെ രാക്ഷസൻ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത് കേട്ടപ്പോൾ പുരോഹിതൻ എഴുന്നേറ്റ് രാജാവിനെ വണങ്ങിക്കൊണ്ടു പറഞ്ഞു, ഭരണപരമായ ധർമ്മശാസ്ത്രപ്രകാരം ബലിയർപ്പിക്കപ്പെടാനുള്ള ഈ ആളുകൾക്ക് ഇഷ്ടമാണെങ്കിൽ മരണാനന്തരം ശാന്തി നൽകാനായി ആ കർമ്മത്തിനു തൊട്ടുമുമ്പായി സ്വന്തം ഉപാസനാമൂർത്തികളോട് പ്രാർത്ഥിക്കാവുന്നതാണ്. രാക്ഷസരാജാവ് സിംഹാസനത്തിൽ നിന്നെഴുന്നേറ്റ് ഇങ്ങനെ അറിയിച്ചു, രാജകുമാരന്മാരെ,
നിങ്ങൾക്കാരെങ്കിലും ഗുണകാംക്ഷികളായിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദി പ്രകാശിപ്പിക്കേണ്ട സന്ദർഭമിതാണ്. നിങ്ങൾക്കിനി അല്പനിമിഷങ്ങളേ ജീവിതമുള്ളൂ. രാമനും ലക്ഷ്മണനും അന്യോന്യം മുഖത്തുനോക്കി മന്ദഹസിച്ചു. ആ ഘട്ടത്തിൽ ഹനുമാൻ ഉഗ്രമായൊന്ന് ഗർജിച്ചു. അതുകേട്ട് രാക്ഷസന്മാർ തങ്ങളുടെ ദേവി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്നും അവരുടെ ക്രോധം പ്രകടിപ്പിച്ചിരിക്കുകയാണെന്നും സങ്കൽപ്പിച്ചു. ഹനുമാൻ മാലയിൽ നിന്നും ചാടിത്താഴെ നിന്ന് അതിഭീഷണമായൊരു രൂപം കൈക്കൊണ്ട് ദേവിയുടെ കയ്യിലുണ്ടായിരുന്ന വാളെടുത്ത് അഹിരാവണനെ തട്ടി നിലത്ത് വീഴ്ത്തി സർവാംഗമടിച്ച് തുണ്ടം തുണ്ടമായി നുറുക്കിയിട്ടു. പക്ഷെ അവന്റെ ശരീരം വളരെ ശക്തിയുള്ളതായിരുന്നു. കൂടാതെ അവന് അസാധാരണമായ ഒരു വരവും ലഭിച്ചിരുന്നു. ഈ വരവനുസരിച്ച് ശകലീകരിക്കപ്പെട്ട ശരീരത്തിന്റെ കഷ്ണങ്ങളെല്ലാം ഒന്നിച്ചുകൂടി പൂർണ്ണരൂപം കൊള്ളുമായിരുന്നു. ഒടുവിൽ ഹനുമാൻ രാമനെ മനസ്സിലുറപ്പിച്ച് ജയരാം എന്നും ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ തല ഒരു കൈക്കൊണ്ടു പിടിച്ച് മറ്റേ കൈകൊണ്ട് കഴുത്തുവെട്ടി അവന്റെ മുമ്പിലുണ്ടായിരുന്ന കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന യാഗാഗ്നിയിലെറിഞ്ഞു. ആ അവസരത്തിൽ മകരധ്വജൻ ക്ഷേത്രത്തിലേക്ക് വന്ന് ദേവിയുടെ സന്നിധിയിലെത്തി. അവനെ കണ്ട ഹനുമാൻ അഹിരാവണന്റെ തിട്ടുള്ള അല്പം ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് മാത്രമാനന്ദം പ്രദാനം ചെയ്യുമെങ്കിൽ എനിക്കതിൽ വെറുപ്പൊന്നുമില്ല. നിങ്ങൾ ജീവനുള്ള കാലം വരെ ആനന്ദിക്കുവിൻ. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൃത്യുദേവതയായ യമന്റെ രാജ്യത്ത് വെച്ച് ചിരിക്കാനാവൂ. ഈ രണ്ട് സഹോദരന്മാരുടെ ദുർവിധി ആസ്വദിക്കുകയും അവരെ കൂടുതൽ മുറിപ്പെടുത്തുന്ന കടുത്ത വാക്കുകൾ തന്നെ രാക്ഷസൻ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത് കേട്ടപ്പോൾ പുരോഹിതൻ എഴുന്നേറ്റ് രാജാവിനെ വണങ്ങിക്കൊണ്ടു പറഞ്ഞു, ഭരണപരമായ ധർമ്മശാസ്ത്രപ്രകാരം ബലിയർപ്പിക്കപ്പെടാനുള്ള ഈ ആളുകൾക്ക് ഇഷ്ടമാണെങ്കിൽ മരണാനന്തരം ശാന്തി നൽകാനായി ആ കർമ്മത്തിനു തൊട്ടുമുമ്പായി സ്വന്തം ഉപാസനാമൂർത്തികളോട് പ്രാർത്ഥിക്കാവുന്നതാണ്. രാക്ഷസരാജാവ് സിംഹാസനത്തിൽ നിന്നെഴുന്നേറ്റ് ഇങ്ങനെ അറിയിച്ചു, രാജകുമാരന്മാരെ, നിങ്ങൾക്കാരെങ്കിലും ഗുണകാംക്ഷികളായിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദി പ്രകാശിപ്പിക്കേണ്ട സന്ദർഭമിതാണ്. നിങ്ങൾക്കിനി അല്പനിമിഷങ്ങളേ ജീവിതമുള്ളൂ. രാമനും ലക്ഷ്മണനും അന്യോന്യം മുഖത്തുനോക്കി മന്ദഹസിച്ചു. ആ ഘട്ടത്തിൽ ഹനുമാൻ ഉഗ്രമായൊന്ന് ഗർജിച്ചു. അതുകേട്ട് രാക്ഷസന്മാർ തങ്ങളുടെ ദേവി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്നും അവരുടെ ക്രോധം പ്രകടിപ്പിച്ചിരിക്കുകയാണെന്നും സങ്കൽപ്പിച്ചു. ഹനുമാൻ മാലയിൽ നിന്നും ചാടിത്താഴെ നിന്ന് അതിഭീഷണമായൊരു രൂപം കൈക്കൊണ്ട് ദേവിയുടെ കയ്യിലുണ്ടായിരുന്ന വാളെടുത്ത് അഹിരാവണനെ തട്ടി നിലത്ത് വീഴ്ത്തി സർവാംഗമടിച്ച് തുണ്ടം തുണ്ടമായി നുറുക്കിയിട്ടു. പക്ഷെ അവന്റെ ശരീരം വളരെ ശക്തിയുള്ളതായിരുന്നു. കൂടാതെ അവന് അസാധാരണമായ ഒരു വരവും ലഭിച്ചിരുന്നു. ഈ വരവനുസരിച്ച് ശകലീകരിക്കപ്പെട്ട ശരീരത്തിന്റെ കഷ്ണങ്ങളെല്ലാം ഒന്നിച്ചുകൂടി പൂർണ്ണരൂപം കൊള്ളുമായിരുന്നു. ഒടുവിൽ ഹനുമാൻ രാമനെ മനസ്സിലുറപ്പിച്ച് ജയരാം എന്നും ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ തല ഒരു കൈക്കൊണ്ടു പിടിച്ച് മറ്റേ കൈകൊണ്ട് കഴുത്തുവെട്ടി അവന്റെ മുമ്പിലുണ്ടായിരുന്ന കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന യാഗാഗ്നിയിലെറിഞ്ഞു. ആ അവസരത്തിൽ മകരധ്വജൻ ക്ഷേത്രത്തിലേക്ക് വന്ന് ദേവിയുടെ സന്നിധിയിലെത്തി. അവനെ കണ്ട ഹനുമാൻ അഹിരാവണന്റെ തലയിൽ നിന്നും കിരീടമിളക്കിയെടുത്ത് മകരധ്വജന്റെ ശിരസിൽ വെച്ചു. അവനെ പാതാളത്തിലെ ഭരണകർത്താവായി പ്രഖ്യാപിച്ചു. ആ രണ്ട് സഹോദരന്മാരോടും എന്നും കൃതജ്ഞനായിരിക്കണമെന്നും അവരോട് ഭക്തിയും കൂറും പുലർത്തണമെന്നും ഉപദേശിച്ചു. രാമലക്ഷ്മണന്മാരെ രണ്ടു ചുമലുകളിലും വഹിച്ച് ഒറ്റയോട്ടത്തിന് പാതാളത്തിൽ നിന്നുയർന്ന് സുരക്ഷിതമായി കോടിക്കണക്കിന് നേത്രങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരുന്ന വാനരസമൂഹത്തിന്റെ മധ്യത്തിലെത്തി. യാതൊരു ഭയവും കൂടാതെ പരിപൂർണമായ ആരോഗ്യത്തോടും സുഖത്തോടും കൂടി തങ്ങളുടെ മുമ്പാകെ എത്തിയ രാമലക്ഷ്മണന്മാരെ കണ്ടുകൊണ്ടുണ്ടായ ആനന്ദമടക്കാൻ വിഭീഷണനും മറ്റുള്ളവർക്കും കഴിഞ്ഞില്ല. അവർ രാമലക്ഷ്മണന്മാരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അവർ ഹനുമാനെ കെട്ടിപ്പിടിച്ച് കൃതജ്ഞതയുടെ കണ്ണീരൊഴുക്കി. വാനരന്മാർ ആയിരക്കണക്കിന് വ്യത്യസ്തങ്ങളായ ഗീതങ്ങളാൽ ഹനുമാനെ പുകഴ്ത്തി. അവർ അദ്ദേഹത്തെ എടുത്തു ചുമലിലേറ്റി താലോലിച്ച് ആശ്ലേഷിച്ചു. അങ്ങനെ അവർ തങ്ങളുടെ സ്നേഹം ഹനുമാനിൽ ചൊരിഞ്ഞു. വിഭീഷണൻ രാമന്റെ മുമ്പാകെ നിന്നു. എന്നിട്ട് പറഞ്ഞു, സ്വാമി, അവിടുത്തെ ലീലയെപ്പറ്റി ഞാനെന്താണ് പറയേണ്ടത്? അവിടുത്തേക്ക് മാത്രമേ ആ പ്രവർത്തനങ്ങളുടെയും പ്രകടനങ്ങളുടെയും അർത്ഥം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിത്തരാൻ കഴിയൂ. പാതാളത്തിൽ നിന്നുപോലും രാക്ഷസന്മാരെ തുടച്ചുമാറ്റാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടിയാണ് അവിടുന്ന് അവതരിച്ചിട്ടുള്ളത്. ആ നിശ്ചയം നടപ്പിലാക്കുന്നതിനാണ് ഈ നാടകീയ രംഗാഭിനയങ്ങളെല്ലാം എന്ന് എനിക്കറിയാം. അഹിരാവണനിൽ നിന്നും രാമലക്ഷ്മണന്മാരെ ഹനുമാൻ തിരികെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് രാവണൻ അറിഞ്ഞു. പുത്രനായ അഹിരാവണന്റെ അന്ത്യം സംബന്ധിച്ച ദുഃഖവാർത്തയും അദ്ദേഹം അറിഞ്ഞിരുന്നു. അതുകേട്ട് രാവണൻ ബോധം കെട്ടുപോയി. തന്റെ നഷ്ടത്തെപ്പറ്റി വളരെ നേരത്തോളം ഉറക്കെ വിലപിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും ബാഷ്പം പ്രവഹിച്ചുകൊണ്ടിരുന്നു. മണ്ഡോദരി രാവണന്റെ സമീപം വന്നു. സമാശ്വസിപ്പിക്കാനും ദുഃഖം കുറയ്ക്കാനുമാവുന്ന പോലെ ശ്രമിച്ചു. അദ്ദേഹം അവളുടെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല. മൃദുസ്വരത്തിലുള്ള അവളുടെ ആശ്വാസവാക്കുകൾ കേട്ട് അദ്ദേഹം ഏറെയേറെ ക്രോധാവിഷ്ടനാവുകയാണുണ്ടായത്. അപ്പോൾ സിന്ദൂര നാഥൻ എന്ന വൃദ്ധനായ മന്ത്രി രാവണനെ കാണുവാനായി എത്തി. രാവണൻ ധൈര്യം സമാഹരിച്ച് എഴുന്നേറ്റു. സമാദരണീയനായ ആളായിരുന്നു ആ മന്ത്രി. ജ്ഞാനിയായ സിന്ധുരനാഥൻ
വിഭീഷണൻ ലങ്കയിലായിരുന്നപ്പോൾ അദ്ദേഹവുമായി വളരെ അടുപ്പത്തിലായിരുന്നു. അദ്ദേഹം അനേകം ധാർമ്മിക ഗുണങ്ങളെപ്പറ്റി രാവണനോട് പറഞ്ഞു. ജീവികളുടെയും വസ്തുക്കളുടെയും നശ്വരതയെപ്പറ്റി വിവരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളും രാവണൻ ശ്രദ്ധിച്ചില്ല. അലക്ഷ്യമായാണ് അദ്ദേഹം അവ കേട്ടത്. രാവണന്റെ പ്രതികരണം മന്ത്രിയിൽ വളരെ സങ്കടമുണ്ടാക്കി. അദ്ദേഹം ചിന്തിച്ചു, ദൗർഭാഗ്യകാലത്ത് ബുദ്ധിയും സങ്കുചിതമായിപ്പോകും. പാവം, അദ്ദേഹം ആപത്തിലേക്കടുക്കുകയാണ്. അതുകൊണ്ട് മധുരമായ ഉപദേശം പോലും കൈപ്പായേ അനുഭവപ്പെടുകയുള്ളൂ. എന്നിട്ടും കരുണാർദ്രത കാരണം സഹാനുഭൂതിയോടുകൂടി ആ വൃദ്ധമന്ത്രി ഉപദേശവാക്കുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. രാവണൻ തന്നെത്താൻ പറഞ്ഞു, എന്റെ ബന്ധുക്കളെല്ലാം നശിച്ചിരിക്കുന്നു. ഒരാളും ജീവനോടെയില്ല. ആ ഘട്ടത്തിൽ മന്ത്രി പറഞ്ഞു, അങ്ങ് അങ്ങനെ പറയുന്നതെന്താണ്? അങ്ങേക്കൊരു മകൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, നരാന്തകൻ. അദ്ദേഹത്തിന്റെ നായകത്വത്തിൽ 72 കോടി രാക്ഷസന്മാരുമുണ്ട്. അദ്ദേഹത്തിനെ സഹായത്തിനു വിളിക്കൂ. ക്ഷണം, ഒരു ദൂതനെ അയക്കൂ. അദ്ദേഹത്തിന് ശത്രുക്കളെ നശിപ്പിക്കാനാവും. അങ്ങയ്ക്ക് സംശയം വേണ്ട. ഇതു കേട്ടപ്പോൾ രാവണൻ സന്തുഷ്ടനായി. സമർത്ഥനായ നരാന്തകനെ കൂട്ടിക്കൊണ്ടുവരാൻ ധൂമകേതു എന്ന ദൂതനെ അയച്ചു. ദൂതൻ ലങ്കയിൽ നടന്ന ദുഃഖാന്ത കഥകളെ നരാന്തകൻ വിവരിച്ചുകൊടുത്തു. അടിയന്തര സഹായത്തിനുള്ള അഭ്യർത്ഥനകൻ തന്റെ സൈന്യങ്ങളോടുകൂടി പുറപ്പെട്ടു. യുദ്ധക്കളത്തിലെത്തിയ ഉടനെ വാനരസൈന്യത്തെ ആക്രമിക്കുകയും ചെയ്തു. ഹനുമാൻ ദൂരെ നിന്നുതന്നെ അസുരനെ കണ്ടു. തന്നെ ഭീമായ ആകാരത്തെയും കണ്ടപ്പോൾ നരാന്തകൻ ഭയചകിതനായി. അദ്ദേഹം ധൂമകേതുവോട്ടതാരാണെന്ന് അന്വേഷിച്ചു. തന്റെ എല്ലാ സഹോദരന്മാരെയും കൊന്ന അജയവീരനായ ഹനുമാനാണ് അതെന്ന മറുപടി കിട്ടി. ഇതു കേട്ടപ്പോൾ നരാന്തകൻ കൂടുതൽ ക്രൂദ്ധനായി. അയാൾ ഹനുമാനെ ലക്ഷ്യമാക്കി അസ്ത്രങ്ങൾ തൊടുത്തു. അവയെല്ലാം പിടിച്ചെടുത്ത് ഒടിച്ചെറിഞ്ഞു. ഹനുമാൻ നരാന്തകന്റെ നെഞ്ചിലടിച്ചു. അവനെ എടുത്തുയർത്തി വട്ടത്തിൽ കറക്കി. പാതാളത്തിൽ രസാതലത്തിലെ ആഘാതതയിലേക്ക് വലിച്ചെറിഞ്ഞു. അവന്റെ അനുയായികളായ 10,000 രാക്ഷസന്മാർ കടലിലെറിയപ്പെട്ടു. നരാന്തകന്റെ സൈന്യത്തിന്റെ തേരുകൾ തകർത്തു. സാരഥികളെ നശിപ്പിക്കുകയും ചെയ്തു. 28 രാവണവധം. ഈ കൂട്ടക്കൊലയെക്കുറിച്ചറിഞ്ഞപ്പോൾ രാവണൻ പ്രതികരിച്ചു. യുദ്ധം ഇങ്ങനെ അവസാനിക്കുമെന്ന് ആർ പ്രതീക്ഷിച്ചു? ഇത്രയും വിപൽക്കരമായ അത്യാഹിതമായിരിക്കുമെന്ന് ആർ ഊഹിച്ചു? നരാന്തകന്റെ മരണവാർത്ത ലങ്കയിലുടനീളം കൊടുംഭീതി ജനിപ്പിച്ചു. അനേകം ജ്ഞാനികളായ വിദ്വാൻമാർ വഞ്ചിച്ച് നഷ്ടം സംഭവിച്ച രാവണനെ സമീപിച്ച് സമാശ്വാസവും മനഃശാന്തിയും നൽകാൻ ശ്രമിച്ചു. പക്ഷെ ആ ശ്രമം വെറും സമയം പാഴാക്കലായിരുന്നു. അവരുടെ ഉപദേശം രാവണന്റെ തലയിൽ കടന്നില്ല. രാവണൻ ഈ ക്ലേശത്തിൽ നിന്നും വിമുക്തനായ ശേഷം നരാന്തകപത്നിയുടെ വിലാപമാണ് കേട്ടത്. അത് അദ്ദേഹത്തെ കൂടുതൽ ക്രോധാവിഷ്ടനാക്കി. പ്രതികാരവാഞ്ചയുടെയും അമർഷത്തിന്റെയും അഗ്നിജ്വാലയിൽ അദ്ദേഹം തന്നെത്തന്നെ മറന്നു. രാവു കഴിഞ്ഞു പ്രഭാതമായതുപോലും രാവണൻ അറിഞ്ഞതേയില്ല. വാനരന്മാർ നഗരത്തിന്റെ 4 ഗോപുരദ്വാരങ്ങളിലും തടിച്ചുകൂടി. പതിവുപോലെ അവയെ തകർത്ത് ഉള്ളിൽ കടക്കാൻ തയ്യാറാവുകയായിരുന്നു. രാവണൻ രാക്ഷസയോദ്ധാക്കളെ വിളിച്ചുകൂട്ടി പറഞ്ഞു, യോദ്ധാക്കളെ, യുദ്ധത്തിന്റെ വിജയസാധ്യതയെ സംബന്ധിച്ച് നിങ്ങൾക്ക് നടുക്കമുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾ അണിവിട്ടുപോവുകയാണ് നല്ലത്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലായനം ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ എന്റെ കൈകൊണ്ട് തന്നെ നിങ്ങളെ വധിക്കേണ്ടിവരും. ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ അവർ തനിക്കുവേണ്ടി അവസാനവരെ പൊരുതുമെന്ന് രാവണൻ തോന്നി. അനന്തരം ഏറ്റവും ഗതിവേഗമുള്ള രഥം കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. പെരുമ്പറയടിക്കാനും കാഹളം വിളിക്കാനും കൽപ്പന നൽകി. പർവ്വതശിലങ്ങൾക്കു തുല്യം സാന്ദ്രമാക്കുന്ന അന്ധകാരത്തെപ്പോലെ രാക്ഷസഭടന്മാർ തിങ്ങിനിറഞ്ഞ അണിനിരയായി യുദ്ധയാത്ര തുടങ്ങി. ദുശ്ശകുനങ്ങളുടെ ഒരു പരമ്പര തന്നെ അവരെ നേരിട്ടു. തന്റെ ശാരീരിക ശക്തിയിലും പരാക്രമത്തിലും ഊറ്റം കൊണ്ടിരുന്ന രാവണൻ അതൊന്നും ഗൗനിച്ചതേയില്ല. അദ്ദേഹം കൈയിലേന്തിയ ആയുധങ്ങൾ തെന്നിവീണു. സാരഥി തന്റെ സ്ഥാനത്തുനിന്നും ഉരുണ്ടുവീണു. പടയിലെ ഗജങ്ങളും തുരകങ്ങളും ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. 4 ചുറ്റും നായ്ക്കളും കുറുക്കന്മാരും ദുഃഖത്തിന്റെ അപസ്വരം ഉറക്കെ പുറപ്പെടുവിച്ചു. ലങ്കയിൽ അവ്യക്തമായി കണ്ടുതുടങ്ങിയ അവസാനവിധിയെ അറിയിച്ചുകൊണ്ടെന്ന പോലെ മൂങ്ങകൾ അമംഗളസൂചകമായി മൂളിക്കൊണ്ടിരുന്നു. രാക്ഷസ സൈന്യങ്ങൾ കുതിരപ്പട, ആനപ്പട, കാലാൾപ്പട ഗോപുരഭാരത്തിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടാനുള്ള നീക്കം തുടങ്ങി. യോദ്ധാക്കൾ ശക്തിയായി ചവിട്ടിമെതിച്ചു കടന്നുപോയപ്പോൾ ഭൂമിയാകെ കിടുങ്ങി. ആ സേനാവ്യൂഹത്തിന്റെ ഉജ്ജ്വലത അവർണ്ണനീയമായിരുന്നു. വർണ്ണപ്പൊലിമ, സംഗീതം, ആനന്ദം എന്നിവയോടുകൂടി വസന്തദേവൻ വർഷംതോറും നയിക്കുന്ന സൈന്യത്തെപ്പോലെ രാവണന്റെ നായകത്വത്തിലുള്ള സൈന്യം പ്രശോഭിച്ചു. പോർവീര്യത്തിന്റെയും സാഹസികതയുടെയും ഗംഭീരപ്രവാഹത്തിന് ചെണ്ട, കാഹളം, കൊമ്പ്, കുഴൽ എന്നിവയുടെ വ്യത്യസ്ത ശബ്ദങ്ങൾ കൊഴുപ്പുകൂട്ടി.
ഇതിനിടയിൽ ഏതോ അസാധാരണ ശക്തിയിൽ നിന്നും പുറപ്പെട്ട അസ്ത്രങ്ങൾ കൊണ്ട് ചിറകറ്റുപോയ വലിയ പർവ്വതങ്ങളെപ്പോലെ വാനരന്മാരും ലക്ഷക്കണക്കായ രാക്ഷസന്മാരുടെ മേൽ ചാടിവീണ് അവരെ ആക്രമിച്ചു. മൃത്യുവിന്റെ ദാസന്മാരെപ്പോലെയായിരുന്നു അവരുടെ ആക്രമണം. അവരുടെ ഏറ്റവും ശക്തിയുള്ള ആയുധങ്ങൾ പല്ലും നഖവുമായിരുന്നു. കുന്നുകളും കൂറ്റൻ മരങ്ങളും അവർ ശത്രുക്കളുടെ മേൽ എറിഞ്ഞു. ജയ ജയ ശ്രീരാമ എന്ന സിംഹഗർജനം കേട്ട് രാക്ഷസന്മാരുടെ ഗജഹൃദയങ്ങൾ മാരകമായ ഭീതി കൊണ്ട് നടുങ്ങി. യുദ്ധം അതിവേഗം രാക്ഷസന്മാരും വാനരന്മാരും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധമായി മാറി. ജയ ജയ രാമ എന്ന ഉദ്ഘോഷവും ജയ ജയ രാവണ എന്ന ആക്രോശവുമായി ഏറ്റുമുട്ടി. രാക്ഷസന്മാർക്കേറ്റ മുറിവുകളിൽ നിന്നും ചോരയൊഴുകി. അവർ തങ്ങളുടെ ഉരുക്കുമുഷ്ടികൾ ലക്ഷ്മണൻ ശരമാരി രാവണന്റെ നേരെ തൊടുത്തുവിട്ടു. രാവണന്റെ മുഖങ്ങളിലും നെഞ്ചിലും അവ തറച്ചുകയറി. രാവണൻ ബോധം കെട്ട് നിലത്തുവീണു. പക്ഷെ പെട്ടെന്ന് തന്നെ ബോധം തിരിച്ചുകിട്ടി. അത്യന്തം ക്രുദ്ധനായി അദ്ദേഹം ലക്ഷ്മണന്റെ നേരെ ത്രിമൂർത്തികളിൽ ആദ്യനായ ബ്രഹ്മാവിനാൽ നൽകപ്പെട്ട ഭയങ്കരവും പ്രബലവുമായ ബ്രഹ്മാസ്ത്രം അയച്ചു. ആ അസ്ത്രമേറ്റ് ലക്ഷ്മണൻ നിലത്തുവീണു. ഹനുമാൻ അതു കണ്ടു. രാവണനെ ശപിച്ചുകൊണ്ട് ലക്ഷ്മണന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. രാവണൻ തന്റെ മുഷ്ടികൊണ്ട് ഹനുമാനെ ഇടിച്ചു. അതിന്റെ ഫലമായി വേദനകൊണ്ട് അദ്ദേഹം വട്ടം കറങ്ങിയെങ്കിലും വീണില്ല. തനിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടിയൊരടി ഹനുമാൻ തിരിച്ചുകൊടുത്തു. അതേറ്റു രാവണൻ മൂർച്ഛിച്ചു. ഇടിവെട്ടുപോലുള്ള ഒരു താടനം ഒരു വാനരന്റെ മുഷ്ടിക്ക് നൽകാന കഴിയുമെന്ന് ഞാനൊരിക്കലും സ്വപ്നം കാണുകപോലും ചെയ്തിട്ടില്ല. രാവണൻ ചിന്തിച്ചുപോയി. ഇതിനിടയിൽ ലക്ഷ്മണൻ ബോധം തെളിഞ്ഞു. വീണ്ടും യുദ്ധസന്നദ്ധനായി എഴുന്നേറ്റിരുന്നു. അബോധാവസ്ഥയിലായിപ്പോയ രാവണനെ മറ്റൊരു രഥത്തിലേക്ക് താങ്ങിക്കയറ്റേണ്ടിവന്നു. തേരാളിത്തേർ ലങ്കാഭിമുഖമായി തെളിച്ചു. ലങ്കയിലെത്തിയതുകൂടി രാവണൻ ബോധം വന്നു. തന്റെ പടിക്കലെത്തിയ ശത്രുവിനെ അവിടെ വെച്ചുതന്നെ പരാജയപ്പെടുത്താനായി വിനാശാത്മകവും വിജയദായകവുമായ പടഹോമം എന്ന ഹോമം നടത്താൻ രാവണൻ കൽപ്പന നൽകി. എന്തൊരു മഹാവിഡ്ഢിയാണ് രാവണൻ! രാമനെതിരായുള്ള യുദ്ധത്തിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും വിജയം നേടുമോ? വിഭീഷണനുവേണ്ടി ചാരവൃത്തി നടത്തിയിരുന്നവർ ഈ ഹോമവാർത്ത താമസവിനാ വിഭീഷണൻ എത്തിച്ചു. വിഭീഷണൻ ഉടൻ രാമനെ സമീപിച്ച് പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, സ്വാമി, മുമ്പ് മേഘനാഥൻ ചെയ്തിരുന്നതുപോലെയുള്ള ഒരു യജ്ഞത്തിൽ രാവണൻ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് മുടക്കണം. രാവണൻ യജ്ഞഫലം സിദ്ധിക്കാതിരിക്കത്തക്കവണ്ണം ഇത് വാനരന്മാരെ അയച്ചു മുടക്കണം. ഈ ഹോമം നടന്നാൽ പിന്നെ രാവണനെ വധിക്കാൻ വളരെ വിഷമമായിരിക്കും. നേരം പുലർന്നു. രാമന്റെ കൽപ്പനപ്രകാരം അംഗദനും ഹനുമാനും വലിയൊരു വാനരസംഘത്തോടുകൂടി യജ്ഞസ്ഥലത്തേക്ക് കുതിച്ചു. അവർ വഞ്ചിച്ച ആഹ്ലാദത്തിൽ തുള്ളുകയും ചാടുകയും ചെയ്തുകൊണ്ട് രാവണന്റെ രാജധാനി വളഞ്ഞു. ഈശ്വരനിന്ദനായ യജക, യുദ്ധത്തിൽ നിന്നും പലായനം ചെയ്തത് വീട്ടിൽ അഭയം തേടി നീ ധ്യാനനിഷ്ഠനായിരിക്കുകയാണോ? അഗദൻ അദ്ദേഹത്തിന്റെ വളരെ അടുത്തു ചെന്നൊരു ചവിട്ടുകൊടുത്തു. യജ്ഞത്തിൽ തൊട്ടുമ്പായുള്ള മൗനത്തിലും ധ്യാനത്തിലും നിലീനനായിരുന്ന രാവണൻ ഏറ്റവും ചെറിയൊരു ചലനമോ അശ്രദ്ധയോ പോലും അവനെ യജ്ഞത്തിൽ അനർഹനും അശുദ്ധനുമാക്കും. വിജയലബ്ധിക്കുവേണ്ടി ചെയ്യപ്പെടുന്ന ആ യജ്ഞം നിഷ്ഫലമാവുകയും ചെയ്യും. അംഗദനും വാനരന്മാരും രാവണനെ പ്രകോപിപ്പിക്കാൻ ഓരോവിധം പെരുമാറിത്തുടങ്ങി. അവരിൽ ചിലർ അവന്റെ മുടിപിടിച്ചു വലിച്ചു. രാവണന് അത്യുഗ്രമായ ക്രോധമുണ്ടായി. അദ്ദേഹം എഴുന്നേറ്റു. ചില വാനരന്മാരെ പിടിച്ച് തലയ്ക്കു ചുറ്റും ചുറ്റി നിലത്തെറിയുവാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒരടിപോലും മുന്നോട്ടു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. ഇതൊരു വല്ലാത്ത നാണക്കേടായിപ്പോയി. ഉടനെ രാവണനും വാനരന്മാരും തമ്മിൽ മൽപ്പിടിത്തവും യുദ്ധവും നടന്നു. രാവണൻ ആസൂത്രണം ചെയ്ത യജ്ഞം അങ്ങനെ മുടങ്ങി. രാവണൻ ദുഃഖിതനായി. അവർ സംഭവിച്ചതെല്ലാം ദേവനെ അറിയിച്ചു. വിഭീഷണനും മറ്റുള്ളവരും തങ്ങളുടെ തന്ത്രം വിജയിച്ചതിൽ സന്തുഷ്ടരായി. യജ്ഞം ചെയ്യാൻ പങ്കില്ലാത്തതിൽ രാവണൻ അത്യന്തം നിരാശനായി. പക്ഷേ അദ്ദേഹത്തിന് യുദ്ധഭൂമിയിലേക്ക് പോകാൻ ധാർമ്മികമായി തീരുമാനിക്കേണ്ടതുണ്ടായിരുന്നു. രാജധാനിയിൽ നിന്നും പുറപ്പെട്ടതുകൂടി ദുശ്ശകുനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും അഭിമുഖീകരിച്ചു. പരുന്തുകൾ പറന്നുവന്ന് തലയിലും കൈകളിലും ഇരുന്നു. അദ്ദേഹത്തിന്റെ കിരീടം വഴുതി വീണു. ഈ മുന്നറിവുകളൊന്നും അദ്ദേഹം വിലവച്ചില്ല. യുദ്ധവാദ്യങ്ങൾ മുഴയ്ക്കാനും കാഹളം വിളിക്കാനും അദ്ദേഹം ആജ്ഞാപിച്ചു. ഈ അടയാളം കണ്ടതുകൂടി ലക്ഷക്കണക്കിന് രാക്ഷസന്മാർ ഒന്നിച്ച് യുദ്ധസന്നദ്ധരായി. രാമനെതിരായി വൻ യുദ്ധം ചെയ്യുന്നതിനുവേണ്ടി സൈന്യം മുന്നോട്ടു നീങ്ങി. രാമൻ ആവനാഴിയും അസ്ത്രങ്ങളുമെടുത്ത് തയ്യാറായി. കാൽമുട്ടുവരെ എത്തുന്ന കൈകളും അതിവിസ്തൃതമായ വക്ഷസുമായി സൗന്ദര്യത്തിന്റെ തേജോപൂർണമായ ആ മൂർത്തിമദ്ഭാവം രണഭൂമിയിൽ സ്ഥിതിചെയ്തു. വീരപരാക്രമന്റെ ഒരു ചിത്രമായിരുന്നു അത്. വാനിൽ ദേവന്മാർ സമ്മേളിച്ചു. രാക്ഷസക്കൂട്ടങ്ങളിൽ നിന്നും മനുഷ്യകുലത്തെ രക്ഷിക്കാൻ അവതരിച്ച ആ രക്ഷകൻ കൽപ്പനകൾ സമർപ്പിച്ചു. പൂർണമായ അച്ചടക്കത്തോടെ ആജ്ഞകൾക്ക് ദത്തശ്രദ്ധരായി വാനരന്മാർ പിന്നാലെ നടന്നു.
പ്രളയദിനത്തിൽ എല്ലാം മുക്കുന്ന ജലപ്രവാഹം, ഭൂമിയിലുണ്ടാക്കുന്ന ഇടിവെട്ടുന്ന മേഘങ്ങളെപ്പോലെ വാനരക്കൂട്ടം നശീകരണ വ്യഗ്രതയോടെ രാക്ഷസസേനയോടടുത്തു. അവർ ശത്രുക്കൾക്കു നേരെ എറിഞ്ഞ പർവ്വതശിലകൾ ഇടിവെട്ടുപോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ടു വീണു. അടുത്ത നിമിഷം രാക്ഷസന്മാരുടെ രഥങ്ങൾ, ഗജങ്ങൾ, തുരകങ്ങൾ എന്നിവ നശിപ്പിക്കപ്പെട്ടു. ആയിരമായിരം രാക്ഷസന്മാർ അടർക്കളത്തിൽ മരിച്ചുവീണു. രക്തപ്പുഴകളൊഴുകി. രാക്ഷസഭടന്മാർ നിലംപതിച്ചു. രാവണൻ ഒറ്റപ്പെട്ടതുപോലെ സ്വയം അനുഭവപ്പെട്ടു. വാനരന്മാരും ലക്ഷ്മണനും അസംഖ്യമുണ്ടെന്നും അദ്ദേഹത്തിനു തോന്നി. അതുകൊണ്ട് തന്റെ ജാലവിദ്യാപ്രയോഗം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ രാമൻ മറ്റൊരു വിധമായായിരുന്നു ഇച്ഛിച്ചത്. അദ്ദേഹത്തിന്റെ ഇച്ഛപ്രകാരം രാവണൻ നോക്കുന്നിടത്തെല്ലാം മുന്നണിപ്പടയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള രാമലക്ഷ്മണന്മാരോടുകൂടിയ വാനരസമൂഹത്തെ കണ്ടു. ഇത് കണ്ടപ്പോൾ തന്റെ ഐന്ദ്രജാലിക പ്രയോഗം നിഷ്പ്രയോജനകമാണെന്ന് രാവണന് തോന്നി. ഉടനെ വാനരന്മാരെയെല്ലാം തന്റെ മുമ്പാകെ വിളിച്ചുവരുത്തി രാമൻ സഗൗരവം അവരോട് പറഞ്ഞു: ദീർഘവും കഠിനവുമായ യുദ്ധം കൊണ്ട് നിങ്ങളെല്ലാം തളർന്നിരിക്കയാണല്ലോ. പോയി വിശ്രമിക്കുവിൻ. ഇപ്പോൾ രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം വീക്ഷിക്കുവിൻ. ഈ വാക്കുകൾ പറഞ്ഞു തീർന്ന ഉടനെ രാവണൻ വെല്ലുവിളിക്കുന്ന ഗർജനത്തോടുകൂടി രാമനെ എതിരിട്ടു. ഇതു കണ്ടപ്പോൾ രാമൻ പുഞ്ചിരി പൊഴിച്ചുകൊണ്ടു പറഞ്ഞു: വിഡ്ഢീ, ആദ്യം ഞാൻ നൽകുന്ന ധർമ്മോപദേശങ്ങൾ ശ്രദ്ധിക്കുക. ലോകത്തിൽ 3 തരം ആളുകളുള്ളത്. ആദ്യത്തെ തരത്തിൽപ്പെട്ടവർ പാടലീമരം പോലെയാണ്. അത് മനോഹരമായി പുഷ്പിക്കും. പക്ഷേ ഒരൊറ്റ കായമുണ്ടാവുകയില്ല. വെറും സംസാരത്തിൽ മാത്രം ഏർപ്പെട്ടിലിരിക്കുന്നവരും തങ്ങൾ പറയുന്നതിൽ അണുമാത്രവും അനുഷ്ഠിക്കാത്തവരുമായ ആളുകൾ ഇത്തരത്തിൽപ്പെടുന്നു. രണ്ടാമത്തെ തരത്തിൽപ്പെട്ടവർ വാഴ പോലെയാണ്. അതും പുഷ്പിക്കുകയും കായുള്ളതായിരിക്കുകയും ചെയ്യും. സംസാരിക്കുന്നവരും